ഹലോ, അതെ, നമുക്കൊരു നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പെരുംജീരകവും സാധാരണ അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ അരി എന്തിനാ ഇടുന്നതെന്നറിയോ? കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇത് ഈ ഒരു കളറായി വരുന്ന സമയത്ത് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി ഈ ഒരു ബ്രൗൺ കളറാവണം. ഇങ്ങനെ ആവുന്ന സമയത്ത് അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി സെറ്റാക്കി വെക്കാം. വറുത്ത തേങ്ങ തണിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ സെറ്റാക്കി വെക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും പെരുംജീരകവും ഇട്ട് പൊട്ടിക്കണം. പിന്നെ ഈ തക്കാളി ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലിട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രം മതി, ബാക്കി വെള്ളം ചിക്കനിന് ഇറങ്ങിക്കോളും. ഇനി വറുത്ത് വെച്ച തേങ്ങ മിക്സിയിലിട്ട് നല്ലോണം അരച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടി തുടങ്ങാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ കറുകപ്പെട്ട ടീംസിനെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റണം. പിന്നീട് അതിലേക്ക് ബിരിയാണി അരി ഇട്ട് കൊടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം അരിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ നിൽക്കണേ. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി അരപ്പൊഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് വേർഡായി ഫീൽ ചെയ്തേക്കാം. വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ മസാല കുത്തിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യില്ലേ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു സീക്രട്ടാണിത്. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ബിരിയാണി അരിയിൽ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 1/4 മണിക്കൂർ സിമ്മിലിട്ട് ചൂടാക്കണം. അടികരിയാതെ നോക്കണേ. ഇനി ഒരു പ്ലേറ്റിൽ നമ്മൾ നെയ്ച്ചോറ് ചിക്കൻ കറിയും വിളമ്പി കൊടുക്കണം. ഈ ചോറ് കട്ടിയായിനല്ലോ എന്ന് തോന്നണ്ട, അത് ഈ ചൂടോടെ എടുത്തപ്പോഴുള്ള വിളമ്പാറിൻ്റെ മിസ്റ്റേക്കാണ്. ഇതിൻ്റെ കൂടെ 2 പപ്പടും മാങ്ങയച്ചാറും കൂടെ കഴിക്കണം. സ്വർഗം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. താങ്ക് യു.